യെസ്, യുവരാജിൻ്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് നേതാവിൻ്റെ പേര് സൈഫുദ്ദീൻ സോസ്. ഓക്കെ യുവരാജ് പ്ലീസ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അങ്ങയുടെ ഇന്നത്തെ അഭിപ്രായ പ്രകടനങ്ങളെ, അങ്ങയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടേതായിട്ടുള്ള ശ്രീ KC വേണുഗോപാലിൻ്റേതായിട്ടുള്ള ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ബൂത്ത് തലം വരെയുള്ള നേതാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. ആരും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസിന് അത്തരത്തിലൊരു ബുദ്ധി ഉദിച്ചതിനകത്ത് കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ മുതൽ സകലരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചതിന്. ഒന്ന്. രണ്ട്, അങ്ങ് പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇത്തരത്തിൽ നിലപാടെടുത്തയാൾ രാഹുൽ ഗാന്ധിയാണ്. ഇതിനകത്ത് അദ്ദേഹമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിൻ്റെ പുറകിലെന്ന് പറഞ്ഞു. ഇതിനകത്ത് മതം കുത്തിക്കയറ്റരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് പോയി പറഞ്ഞപ്പോഴും ബാക്കിയുള്ളിടത്തൊക്കെ പറയുന്ന സമയത്തുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം വീട്ടുകാരോട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മതം കുത്തിക്കയറ്റിക്കൊണ്ടുവരുന്നതും ഇത് പാകിസ്ഥാനല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന ധ്വനിയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി പ്രതികരിക്കുന്നത് ശ്രീ റോബർട്ട് വധേരയാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളാണ്. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാതെ അദ്ദേഹം പുറത്തേക്ക് ഈ റോബർട്ട് വധേര സ്വന്തം അളിയനെ പറഞ്ഞ് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് ഹിന്ദുത്വ ഭരണം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയാതെ അല്ല, നേരിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീ റോബർട്ട് വധേര. അതായത് പാകിസ്ഥാനല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, പകരം ഇന്ത്യയിലെ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ്. ഒന്ന്. രണ്ട്, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ബൂത്ത് പ്രസിഡന്റ് ഒന്നുമല്ല. ഞാനിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇവിടുത്തെ MP കൂടിയായ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് പ്രശ്നമായി. നിങ്ങളുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ സിദ്ധരാമയ്യ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇത്രയും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ അറിയാത്തതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും സാഹചര്യത്തോട് ചേർന്ന് നിന്നും പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഡോക്ടർ ശശി തരൂർ മാത്രമാണ്. അദ്ദേഹമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ഒരു സംഘം ചാവേറുകളാണ് ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നടത്തുന്നുണ്ട്, ലോകത്ത് ഒരു ശക്തിക്കും, അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഒരു ശക്തിക്കും അനന്തകാലത്തേക്ക് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ലാബ്സുകൾ തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ശക്തമായ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനം കയ്യിലുള്ളതാണ് ഇസ്രായേലും മൊസാദിന് താഴെ ഈവൺ അമേരിക്കയും അവരുടെ സംവിധാനങ്ങളും പോലും വരുള്ളൂ. ഇസ്രായേലിൽ മൊസാദിൻ്റെ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഹമാസ് കയറി നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അനന്തകാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 5, 6, 10 വർഷം കൂടുന്നതിനിടയ്ക്ക് ഒരു തവണയെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിൽ എത്ര രാജ്യങ്ങളിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്? പാരീസിലുണ്ടായില്ലേ, ജർമ്മനിയിലുണ്ടായില്ലേ? എന്താ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം ഇൻ്റലിജൻസ് സംവിധാനം മോശമായതുകൊണ്ടാണോ അതുണ്ടായിരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ വസന്ത് പറഞ്ഞു ശശി തരൂരിന് വിവരമുണ്ട്, ശശി തരൂരിന് മഹാനായ നേതാവാണ്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ നേതാവായിട്ടുള്ള ഉദിത് രാജ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്ര ചെറിയ ഒരു ബൂത്ത് ലെവൽ നേതാവൊന്നും അല്ല. നിങ്ങളുടെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് കമ്മിറ്റിയുടെ നാഷണൽ ചെയർമാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. ഉദിത് രാജ് ശശി തരൂരിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആൾക്കാർക്കിടയിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മാഹിയിലാണെന്ന് തോന്നുന്നു, പുതുച്ചേരിയിലാണെന്ന് തോന്നുന്നു, ഒരു നേതാവിനെ പുറത്താക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്, നിരുത്തരവാദ. അപ്പോൾ ഇത് ഏറ്റവും താഴെത്തട്ടിൽ മാത്രമല്ല, മുകൾ തട്ട് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ എക്സ് ഹാൻഡിലിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ്. അത് ഈ സമയത്ത് ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള നിലപാടുകളില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പരിധി വരെയും ഞാൻ ഏത് ചാനലിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് പോയിരുന്നാലും
ഞാനായിട്ട് രാഷ്ട്രീയം തുടങ്ങി വെക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാം നിലപാടുകൾ അതങ്ങനെ ആയിരിക്കണം. രാജ്യം ഇപ്പോൾ ഒരു സമയത്ത് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അനാവശ്യമായി പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. നിങ്ങൾ ഈ ടുക്കടയും അതും ഇതും എല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ താഴെത്തട്ടിലുള്ള അണികളുടെ തലയിലേക്ക് വരെ ഈ ഒരു സംവിധാനത്തിനെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ദുഷ്ഫലമാണ് ഇന്നത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സമയത്തും പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നിങ്ങളുടെ നേതാക്കളുടെ പലരുടെയും പ്രസ്താവനകൾ പോകേണ്ടി വരുന്നതും നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് ഔദ്യോഗികമായിട്ട് ഒരു താക്കീത് ഇവിടെ പാകിസ്ഥാൻ രാജ്യം താക്കീത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വന്തം അണികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താക്കീത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും കഴിഞ്ഞ 10-15 വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ, ഈ മുമ്പോട്ടെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിക്ക് തന്നെ നല്ലത്. ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ അങ്ങനെ അല്പം വൈകിയാണ് വന്നത്. ആദ്യം 2 മുൻ സൈനികർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിലുള്ള സൈനികരുൾപ്പെടെയുള്ള ആൾക്കാർ, അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാനസികമായി അവർ കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ പറയുന്ന പല രാഷ്ട്രീയ നേതാക്കളും വലിയ തഗ് ഡയലോഗുകളൊക്കെ അടിക്കുകയും അവരുടെ കുടുംബത്തിനെ അവിടുന്ന് രാത്രിക്ക് രാമാനം കൊണ്ടുപോയി ദുബായിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പാർപ്പിക്കുകയും ചെയ്യുന്ന തലത്തിലുള്ള ഭീരുത്വപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകട്ടെ, എങ്ങും പോകുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. കാര്യം എന്താ, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെ പ്രതിപക്ഷ നേതാവിനോട് ആ തരത്തിൽ ബഹുമാനം കാണിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചേർത്ത് തന്നെ പറയണം. ഇവിടെ ആരും ഗായബായിട്ടൊന്നുമില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എല്ലാവരുടെയും കുടുംബങ്ങളും ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ സൈന്യത്തിൻ്റെ കുടുംബങ്ങളും ഇവിടെ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം വന്നാൽ നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇവിടുന്ന് ആരും ഒളിച്ചോടാൻ പോകുന്നില്ല. അത് കോൺഗ്രസ്സുകാരനും ഒളിച്ചോടാൻ പോകുന്നില്ല, BJP-കാരനും ഒളിച്ചോടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ സൈന്യത്തിൻ്റെ മേലും നമുക്കുള്ള വിശ്വാസമാണ്, നമ്മുടെ സംവിധാനങ്ങൾക്ക് മേലും നമുക്കുള്ള വിശ്വാസമാണ്. കഴിഞ്ഞ 7-7.5 പതിറ്റാണ്ടായിട്ട് ഈ രാഷ്ട്രം കെട്ടിപ്പടുത്തിരിക്കുന്ന അടിത്തറമേലുള്ള നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയം മറന്ന് തന്നെ പറയുന്നത്, ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. അവിടുന്ന് സൈനികരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുടുംബങ്ങളെ ഉൾപ്പെടെ അവരവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണുള്ളത്. ആ സമയത്ത് അവരുടെ ആൾക്കാർക്ക് മനോവീര്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ ട്വീറ്റുകളാവട്ടെ, പ്രസ്താവനകളാകട്ടെ എടുത്തു വെച്ചിട്ട് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്, വസന്തേ, നിങ്ങൾ എന്തായാലും ഇന്നെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരാശ്വാസമാണ്, അഭിനന്ദനാർഹമാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല.